ശിശുദിനാഘോഷം നടത്തി. ചിറ്റാരിക്കാൽ സെന്റ് തോമസ് LP സ്കൂൾ തോമാപുരത്ത് വളരെ വിപുലമായ രീതിയിൽ ശിശുദിനാഘോഷം നടത്തി. ശിശുദിന റാലിയോടെ ആരംഭിച്ച പരിപാടിയിൽ ശ്രീമതി ലൈസമ്മ KC സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് ശ്രീ അബ്രാഹം തെന്നിപ്ലാക്കൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ തെങ്ങുംപള്ളിയിൽ ശിശുദിന സന്ദേശം കുട്ടികൾക്കായി സമ്മാനിച്ചു. മദർ PTA പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ ജിത്സി ജോമേഷ് ആശംസ പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പായസ വിതരണവും നടന്നു. ചടങ്ങിന് ശ്രീമതി മഞ്ജു ജെ തയ്യിൽ നന്ദി പറഞ്ഞു. പോരെ ഉണ്ടായിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യം ഈ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ തിളക്കം, ഈ കണ്ണുകളിൽ കാണുന്ന തിളക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. എന്താണ് ശാസ്ത്രാജ്ഞനാണ് ദിവസം പ്രത്യേകം ശിശുദിനം അല്ലെ? ശിശുദിനത്തിന്റെ ആശംസകള് എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. അച്ഛൻ 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെ പറയുന്ന ഒരു വാചകം അച്ഛൻ പറയുമ്പോ അത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? അറിയുമോ? യെസ് യെസ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ അല്ലെ? ശരി. അതൊരു പ്രത്യേക ടോണിൽ പറയണം. എങ്ങനെയാ പറയുന്നത് വെച്ചാല് ശരിയാണെങ്കിൽ യെസ് യെസ് ഓ യെസ്. എങ്ങനെയാണ്? ഓരോ സെന്റൻസ് പറയും, ഓരോ വാചകങ്ങൾ പറയും. അത് നിങ്ങളെല്ലാം കേട്ടല്ലേ? നമ്മൾ കുറെ നേരമായിട്ട് നമ്മൾ ശിശുദിനത്തെ പറ്റി കേട്ടോണ്ടിരിക്കുകയാണ്. ആ കേട്ട കാര്യങ്ങൾ തന്നെ അച്ഛൻ പറയാൻ പോവാം. ഓരോ വാചകം പറഞ്ഞു കഴിയുമ്പോഴും അച്ഛൻ നിർത്തും.
കഴിയുമ്പോൾ ആ വാചകം ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? സ്വന്തത്തിൽ പറഞ്ഞേ നവംബർ 14 തീയതിയാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. പറയായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് വളർന്നു വന്ന് നമ്മുടെ ഇന്ത്യയുടെ നല്ല പൗരന്മാരായിട്ട് വളരേണ്ടത്. അന്നേരം ചാച്ചാജിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ കുഞ്ഞു മക്കളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചാച്ചാജിയുടെ ജന്മദിനം തന്നെ നമ്മുടെ രാജ്യം ഓർമ്മയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ചാച്ചാജിയുടെ ആഗ്രഹം പോലെ നിങ്ങൾ നല്ല മക്കളായിട്ട് വളർന്ന് ഈ ഇന്ത്യയുടെ നല്ല പൗരന്മാരായിട്ട് മാറണം. അപ്പൊ ചാച്ചാജി പറഞ്ഞ ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. ചാച്ചാജി പറഞ്ഞു, കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്, അവരെ മൃദുലമായി വേണം കൈകാര്യം ചെയ്യാൻ. ജവഹർലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായി ജന്മം കൊണ്ട ഭാരതത്തിന്റെ അനിശ്ചിതനായ ആധുനിക നവഭാരതത്തിന്റെ ശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ആരായിരുന്നെന്ന്? അതെ, പ്രധാനമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യ നയിച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഒരു ശിശുദിനത്തിലല്ല അദ്ദേഹത്തെ നമ്മൾ ഓർക്കേണ്ടത്. നവഭാരതത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ പല മാർഗങ്ങളുണ്ടായിരുന്നു. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം. അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.